പേരെന്തായിരുന്നു? പേര് ജിഷാണ്. ജിഷ പൊന്നു. ജിഷ പൊന്നിലാണ്. ഞാൻ ചൂരൽമല ടൗണിലാണ് താമസം. വീട് ഇങ്ങനെ പ്രളയം വന്നിട്ട് മണ്ണ് മൂടിപ്പോയി. ഞങ്ങൾ രാത്രി താമസിച്ചത് കടയിലായതുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഈ മിഷീനും കാര്യങ്ങളും കടയിൽ എല്ലാം നഷ്ടപ്പെട്ട് വീട് മണ്ണ് വന്ന് മൂടിപ്പോയി. പുതിയ വീടായിരുന്നു. 2-3 വർഷമായിട്ടുള്ളൂ കെട്ടിയിട്ട്. 10 സെൻറ്റ് സ്ഥലം വീടുമാണ്. ഇപ്പോൾ നിങ്ങൾ വീടൊക്കെ പോയി അറിയുന്നുണ്ട്, അതൊന്ന് പറയുമോ, ഒന്ന് വ്യക്തമാക്കിയിട്ട്? വീട് പിന്നെ ഈ ടൗണിൻ്റെ താഴെ ഭാഗത്ത് പുഴ സൈഡിലാണ് വീട്. അതുകൊണ്ട് ഫസ്റ്റത്തെ ഹോട്ടലിൽ തന്നെ മണ്ണ് വന്ന് മൂടിപ്പോയി. അപ്പോൾ കടയിലായതുകൊണ്ട് ഞങ്ങൾ ജീവൻ രക്ഷപ്പെട്ട. ഞാനും ഭർത്താവും 2 മക്കളും. പിന്നെ കടേൻ്റെ താഴെ ഭാഗത്ത് വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ മച്ചിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ താഴെ ഭാഗത്ത് ആണ് മിഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിഷീനൊക്കെ മണ്ണിൻ്റെ ചളിയും കൊണ്ടുപോയിട്ടുണ്ട്. ഒക്കെ വലിയ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഷോപ്പിലായിരുന്നു നിന്നത്. വീട്ടിലെന്തായാലും വെള്ളം കയറുമല്ലോ. അതുകൊണ്ട് മഴ കൂടിയപ്പോൾ ഷോപ്പിലേക്ക് വന്ന് കിടന്നു. അതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. ജീവൻ മാത്രം കിട്ടിയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ പോയി. ഉപകരണങ്ങളും വീടും മണ്ണിനടിയിലാണ്. ഷോപ്പൊക്കെ പോയി, ഒന്നുമില്ല. മൊത്തം വെള്ളം കയറി ചളിയായി. കറണ്ട് മെഷീൻ എല്ലാം കറണ്ട് ഇനി അങ്ങോട്ട് ഇപ്പോഴൊന്നും കൊടുക്കുകയില്ല. അല്ല, മെഷീൻ മൊത്തം പവർ മെഷീനാണ്. ഒക്കെ മോട്ടറിലൊക്കെ ചെറിയ. അങ്ങനെയാണ് ഇനി എങ്ങനെയാ മുന്നോട്ട് അപ്പൊ നിങ്ങൾ ക്യാമ്പിലല്ലേ? ക്യാമ്പിലാണ് ഇപ്പോൾ. അപ്പൊ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരാറുണ്ടോ? സൗകര്യം ഒരു വാടക വീട് നോക്കുന്നുണ്ട് ഗവൺമെന്റ്. അത് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ തരാറിഞ്ഞോ ആരെങ്കിലും? വീട് ഉപകരണം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് പുറത്തിറങ്ങിയാലേ അറിയില്ല. ക്യാമ്പിലേക്ക് ആരും അങ്ങനെ കയറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഗവൺമെന്റ് എന്താ തരാന്ന് അറിയൂല അല്ലേ? റെഡി ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ പിന്നെ കുറെ പേരെ ക്യാമ്പിൽ നിന്ന് ഇതാക്കുന്നുണ്ട്. വേഗം വീട് ശരിയായവരൊക്കെ നോക്കി പോണവരൊക്കെ പോകുന്നുണ്ടായി. നമ്മളെ ഈ ലൊക്കേഷനിലൊക്കെ വാടക വീടുകളൊക്കെ ഫുള്ളാണ് അല്ലേ? നമ്മളിപ്പോഴാണ് ഒന്ന് മൈൻഡൊന്ന് റെഡി ആയപ്പോഴാണ് അന്വേഷിക്കാൻ അപ്പോഴേക്കും എല്ലാം ഫുള്ളായിരിക്കും. അറിയൂല. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അറിയായിരിക്കും. ആയിക്കോട്ടെ, ശരി കേട്ടോ. ഞാൻ ഇപ്പോൾ നിങ്ങൾ വീടൊക്കെ പോയി അറിയുന്നുണ്ട്, അതൊന്ന് പറയുമോ, ഒന്ന് വ്യക്തമാക്കിയിട്ട്? വീട് പിന്നെ ഈ ടൗണിൻ്റെ താഴെ ഭാഗത്ത് പുഴ സൈഡിലാണ് വീട്. അതുകൊണ്ട് ഫസ്റ്റത്തെ ഹോട്ടലിൽ തന്നെ മണ്ണ് വന്ന് മൂടിപ്പോയി. അപ്പോൾ കടയിലായതുകൊണ്ട് ഞങ്ങൾ ജീവൻ രക്ഷപ്പെട്ട. ഞാനും ഭർത്താവും 2 മക്കളും. പിന്നെ കടേൻ്റെ താഴെ ഭാഗത്ത് വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ മച്ചിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ താഴെ ഭാഗത്ത് ആണ് മിഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിഷീനൊക്കെ മണ്ണിൻ്റെ ചളിയും കൊണ്ടുപോയിട്ടുണ്ട്. ഒക്കെ വലിയ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഷോപ്പിലായിരുന്നു നിന്നത്. വീട്ടിലെന്തായാലും വെള്ളം കയറുമല്ലോ. അതുകൊണ്ട് മഴ കൂടിയപ്പോൾ ഷോപ്പിലേക്ക് വന്ന് കിടന്നു. അതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. ജീവൻ മാത്രം കിട്ടിയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ പോയി. ഉപകരണങ്ങളും വീടും മണ്ണിനടിയിലാണ്. ഷോപ്പൊക്കെ പോയി, ഒന്നുമില്ല. മൊത്തം വെള്ളം കയറി ചളിയായി. കറണ്ട് മെഷീൻ എല്ലാം കറണ്ട് ഇനി അങ്ങോട്ട് ഇപ്പോഴൊന്നും കൊടുക്കുകയില്ല. അല്ല, മെഷീൻ മൊത്തം പവർ മെഷീനാണ്. ഒക്കെ മോട്ടറിലൊക്കെ ചെറിയ. അങ്ങനെയാണ് ഇനി എങ്ങനെയാ മുന്നോട്ട് അപ്പൊ നിങ്ങൾ ക്യാമ്പിലല്ലേ? ക്യാമ്പിലാണ് ഇപ്പോൾ. അപ്പൊ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരാറുണ്ടോ? സൗകര്യം ഒരു വാടക വീട് നോക്കുന്നുണ്ട് ഗവൺമെന്റ്. അത് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ തരാറിഞ്ഞോ ആരെങ്കിലും? വീട് ഉപകരണം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് പുറത്തിറങ്ങിയാലേ അറിയില്ല. ക്യാമ്പിലേക്ക് ആരും അങ്ങനെ കയറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഗവൺമെന്റ് എന്താ തരാന്ന് അറിയൂല അല്ലേ? റെഡി ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ പിന്നെ കുറെ പേരെ ക്യാമ്പിൽ നിന്ന് ഇതാക്കുന്നുണ്ട്. വേഗം വീട് ശരിയായവരൊക്കെ നോക്കി പോണവരൊക്കെ പോകുന്നുണ്ടായി. നമ്മളെ ഈ ലൊക്കേഷനിലൊക്കെ വാടക വീടുകളൊക്കെ ഫുള്ളാണ് അല്ലേ? നമ്മളിപ്പോഴാണ് ഒന്ന് മൈൻഡൊന്ന് റെഡി ആയപ്പോഴാണ് അന്വേഷിക്കാൻ അപ്പോഴേക്കും എല്ലാം ഫുള്ളായിരിക്കും. അറിയൂല. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അറിയായിരിക്കും. ആയിക്കോട്ടെ, ശരി കേട്ടോ. ഞാൻ